നമസ്കാരം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇനി സിറപ്പ് കിട്ടില്ല. വ്യാജ കപ്പ് സിറപ്പുകൾ കഴിച്ച് ആളുകൾ ആശുപത്രിയിലാകുന്നതിനെ തുടർന്നാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള സിറപ്പും ഇത്തരത്തിൽ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കപ്പ് സിറപ്പിന്റെ വിൽപ്പനയിൽ കടുത്ത നിയന്ത്രണത്തിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു. ഡ്രഗ്സ് റൂൾസിലെ ഷെഡ്യൂൾ കെ ലിസ്റ്റിൽ നിന്നും സിറപ്പ് രൂപത്തിലുള്ള മരുന്നുകൾ നീക്കം ചെയ്യും. ഇതിനായി കരട് വിജ്ഞാപനവും പുറത്തിറക്കിയിരുന്നു. വിഷാംശമടങ്ങിയ കപ്പ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിൽ 20-ലേറെ കുട്ടികൾ മരിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ശ്രേഷൻ ഫാർമ എന്ന തട്ടിക്കൂട്ട് കമ്പനി നിർമ്മിച്ച കപ്പ് സിറപ്പ് കഴിച്ചാണ് ഈ മരണങ്ങളൊക്കെ തന്നെ സംഭവിച്ചത്. സത്യത്തിൽ ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടി നമ്മളെല്ലാവരും ചെയ്യുന്നത് കപ്പ് സിറപ്പ് വാങ്ങുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പോലും നോക്കാതെ പെട്ടെന്ന് അത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് പതിവ്. ഇത് വ്യാജ സിറപ്പ് ആണോ എന്ന് പോലും ആർക്കും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയാണ് ഇത്തരത്തിൽ വ്യാജ കമ്പനികളും നിരവധിയായി പൊങ്ങി വരുന്നത്. എന്തായാലും അതിനൊക്കെ ഇത്തരത്തിൽ വിലങ്ങു വയ്ക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇനി മുതൽ ഒരു കപ്പ് സിറപ്പും ഇത്തരത്തിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഭ്യമല്ല. തമിഴ്നാട്ടിൽ ലബോറട്ടറികളിലെ പരിശോധനകളിൽ ഉയർന്ന വിഷാംശമുള്ള രാസവസ്തുവായ ഡൈ എഥിലിൻ സൈക്ലോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും മരണങ്ങൾക്ക് പിന്നാലെ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കലിന്റെ കോൾഡ്രിഫ് കഫ് സിറപ്പിന്റെ നിർമ്മാണം നിരോധിച്ചിരുന്നു. കോൾഡ്രിഫ് കപ്പ് സിറപ്പ് മാർക്കറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനും കപ്പ് സിറപ്പുകൾ നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിൽ പരിശോധന കർശനമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നേരത്തെയും നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് എല്ലാ സംസ്ഥാന ഡ്രഗ് കൺട്രോളർമാർക്കും കത്തയച്ചത്. മരുന്ന് നിർമ്മാണത്തിനായുള്ള അസംസ്കൃത വസ്തുക്കളും സംയുക്തങ്ങളും പരിശോധിക്കണം. ഓരോ മരുന്ന് ബാച്ചും അംഗീകൃത ലബോറട്ടറികളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഇതിന്റെ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നായിരുന്നു കേന്ദ്രം നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്തെ ഡ്രഗ് കൺട്രോളർമാർ ഇത് ഉറപ്പാക്കണമെന്നും ബോധവൽക്കരണം ശക്തമാക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കത്തിൽ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. കപ്പ് സിറപ്പ് കഴിച്ച് കുട്ടികൾ വൃക്ക തകരാറിലായി മരിച്ചതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ വിവാദ മരുന്നുകളുടെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ പ്രാവശ്യം പരിശോധന നടത്തിയതാണ്. 6 സംസ്ഥാനങ്ങളിലായി കപ്പ് സിറപ്പുകളും ആന്റിബയോട്ടിക്കുകളും അടക്കം 19 തരം മരുന്നുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലാണ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിലെ മരുന്ന് നിർമ്മാണശാലയിൽ നടത്തിയ പരിശോധനയിൽ മരുന്നിൽ വിഷമാലിന്യം കണ്ടെത്തിയിരുന്നു. കാഞ്ചീപുരത്തെ ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽസിന് അധികൃതർ മുദ്രവയ്ക്കുകയും ചെയ്തു. ഇവിടത്തെ പരിശോധനയിൽ മരുന്നിന്റെ ഒരു ബാച്ചിൽ ഡൈ എഥിലിൻ സൈക്കോൾ വലിയ തോതിൽ കണ്ടെത്തുകയായിരുന്നു.